القادر القاهر العزيز الغفار مدبر الأمور نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله سبحانه وتعالى في القرآن الكريم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അനുസരിച്ചു, വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നു വിശുദ്ധമായ ഭക്തിപൂർണമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അവിധം സൂക്ഷ്മതയുള്ള യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുവാനും സത്യവിശ്വാസം ഉൾക്കൊണ്ട് മരണമറിയുവാനും അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യനിലെ ഏറ്റവും വിലപ്പെട്ടതും പ്രധാനവുമായ അംശം അവന്റെ മനസ്സാണ്. എന്താണ് മനസ്സ് എന്ന് നമുക്ക് വിശദീകരിക്കുവാനോ ഖണ്ഡിതമായി നിർവചിക്കുവാനോ സാധ്യമല്ല. പക്ഷേ ആത്മാവിനെ നിഷേധിക്കുന്നവർ പോലും മനുഷ്യനിലെ മനസ്സിനെ തള്ളിപ്പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. ശരീരത്തിന്റെ ഉൽപ്പന്നമാണ് അത്, അഥവാ ശാരീരിക അധ്വാനങ്ങളുടെ ഫലമായാണ് മനസ്സ് രൂപപ്പെട്ടത് എന്ന് വാദിക്കുന്ന ഭൗതികവാദികൾ പോലും ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് മനസ്സിനാണ് എന്ന് അംഗീകരിക്കുന്നു. നമ്മുടെ കയ്യും കാലും കണ്ണും കാതുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന്റെ തീരുമാനം അനുസരിച്ചാണ്. ലോകത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ ഒരു വേള മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കാം. പക്ഷേ ആ കർമ്മം ആദ്യമായി രൂപം കൊള്ളുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ കരുത്തുറ്റ ബോംബ് മനുഷ്യൻ നിർമ്മിക്കുന്നതിന് മുമ്പ് അത് രൂപപ്പെട്ടത് മനുഷ്യന്റെ മനസ്സിലാണ്. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സിന്റെ ശക്തി അപാരമാണ്, അതിരുകളില്ലാത്തതാണ് എന്ന് പറയാറില്ല. മനുഷ്യൻ നല്ലവനും ചീത്ത മനുഷ്യനും, കൊള്ളാവുന്നവനും കൊള്ളരുതാത്തവനും, സന്മാർഗ്യവും ദുർമാർഗ്യവും, വിജയിയും പരാജിതനുമൊക്കെ ആവുന്നത് മനസ്സിന്റെ നിലപാടുകൾക്കനുസരിച്ചാണ്. അതിനാലാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു
ഇതാ അജിസാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല അള്ളാഹു നോക്കുക, ഒരാക്കി എന്തുമില്ല ഗ്രൂപ്പിക്കും, നിങ്ങളുടെ മനസ്സുകളിലേക്കാണ് അള്ളാഹു നോക്കുക. നബി തിരുമേനി സ്വതന്ത്രം മനുഷ്യനിക്കൽ അരുൾ ചെയ്തു, മാനവ, ഏതൊരു മനുഷ്യനും അവൻ എന്തൊന്നാണോ ഉദ്ദേശിച്ചത് അതാണ് അവൻ ലഭിക്കുക. എന്നിട്ട് തുടർന്ന് വിശദീകരണം പറഞ്ഞു, അവൻ കാലത്ത് ഹിജ്റത്തോ ഇലല്ല, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനേക്കാൾ ഹിജ്റ പോകുന്നതെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച ക്രമമായിരുന്നു. അതേസമയം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ഒരാൾ ഹിജ്റ ഉദ്ദേശിച്ചതെങ്കിൽ അതേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനെ പാകപ്പെടുത്തുക, അതിനെ വിശ്വാസത്താൽ നിയന്ത്രിക്കുക എന്നതാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്നതോടുകൂടി ജീവിതം അള്ളാഹുവിന് സമർപ്പിതമായിരിക്കും. അവിധം ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനാണല്ലോ ഇസ്ലാം എന്ന് പറയുക. അതിന്റെ ഭാഷാപരമായ 3 അർത്ഥത്തെയും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്ന സാങ്കേതിക ശബ്ദം. ഇസ്ലാം എന്ന പദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട്, സമർപ്പണം എന്ന അർത്ഥമുണ്ട്, സമാധാനം നേടുക എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ച് അവനെ പൂർണ്ണമായി അനുസരിച്ച് മനസ്സിലും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തും പരലോകത്തും സമാധാനം നേടുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അഥവാ സമാധാനം പ്രദാനം ചെയ്യണം. ആ സമാധാനം പ്രദാനം ചെയ്യുവാൻ വേണ്ടി ജീവിതം മനുഷ്യന് അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച് അവന് പൂർണ്ണമായി വഴിപ്പെട്ട് അല്ലെങ്കിൽ അനുസരിച്ച് ജീവിക്കുന്നതിനാണോ ഇസ്ലാം എന്ന് പറയുന്നത്. അവിധം ജീവിതം അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ള ഇബാദത്തായി മാറും. അതേക്കുറിച്ചാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യ വിഭാഗത്തെയും ഞാൻ സൃഷ്ടിച്ചില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബാദത്ത് എന്ന അറബി സാങ്കേതിക പദത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക സാങ്കേതിക പദത്തിന് മലയാളത്തിൽ ഒരൊറ്റ അർത്ഥം പറയാമെങ്കിൽ അത് അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്ന്. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയല്ലാതെ ഒരൊറ്റ ജീവിയെയും ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചില്ല. അത് സ്വയം തീരുമാനിക്കാൻ സാധ്യതയുള്ള വിഭാഗമുണ്ട്, സാധ്യതയില്ലാത്തവർ. അവയൊക്കെയും അല്ലാഹുവിന് വഴിപ്പെട്ടാണ്. അഥവാ അവന് സ്വയം നിർണയാവകാശമില്ലാത്ത ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായാണ് നിലകൊള്ളുന്നത്. അതിനാണ് അപവൈറ ദീനില്ലാഹിമൂൻ, അല്ലാഹുവിന്റേതല്ലാത്ത വല്ല വ്യവസ്ഥയുമാണോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാം അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കെ എന്ന് വിശുദ്ധ പറയാനുള്ള കാരണമാണ്. അപ്പോൾ ഒരു കാര്യത്തിലൂടെ ഒരൊറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പുണ്യകരമാക്കി മാറ്റാൻ കഴിയും, പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഴിയും, ഒരുപാട് സൽക്കർമ്മങ്ങൾ നിരന്തരാക്കി മാറ്റാൻ കഴിയും. അത് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക, അവന് വഴിപ്പെട്ട് ജീവിക്കുക എന്ന് മനസ്സിന്റെ ആ നീയത്താണ്. ഇതോട് നോക്കൂ, നമസ്കാരം നാം നിർവഹിക്കാറുണ്ട്. ആ നമസ്കാരത്തിൽ എല്ലാ ഷർത്തും പറന്നും ഒപ്പിച്ച് നാം നിർവഹിക്കുമ്പോൾ തന്നെ മനസ്സിന്റെ തീരുമാനമനുസരിച്ച്, മനസ്സിന്റെ വികാരമനുസരിച്ച് അതിന് 3 സാധ്യതകളുണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിർവഹിച്ചാൽ അത് ഇബാദത്താണ്. അശ്രദ്ധമായ അത് നിർവഹിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ അത് ശിർക്കുമാണ്. നിർവഹിക്കുന്ന എല്ലാവരും നമസ്കാരം തന്നെയാണ്. പക്ഷേ മനസ്സിന്റെ ധാരണകൾ അനുസരിച്ച്, മനസ്സിന്റെ തീരുമാനമനുസരിച്ച് അവയുടെ പ്രതിഫലങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുമെന്ന്. ഇവിടെയാണ് നബി തിരുമേനി
സ്വതന്ത്രം അറിയിച്ചതിന് അജബൻ അബ്ദീൽ മൂമിൻ, വിശ്വാസിയുടെ കാര്യം മഹാവിസ്മയം തന്നെയാണ്, അത്ഭുതകരമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവവും അവന്റെ ഓരോ കർമ്മത്തിനുമായ പ്രതിഫലമുണ്ട്. ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു പാരമ്പര്യ മതസമൂഹം അല്ലെങ്കിൽ ഒരു പുരോഹിത മതസമൂഹം മ്ലേച്ഛമെന്ന് കരുതിയേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ സഹാബികൾ ഒരാൾ ചോദിച്ചു. ഒരാൾ സ്വന്തം ഭാര്യയുമായി ബന്ധം പുലർത്തുന്നതിൽ ബന്ധപ്പെട്ട് എന്താണ് തിരുമേനിയെ പുണ്യമുള്ളതിന്റെ പ്രതിഫലമല്ല. അവിടെ നന്ദി ചെയ്തു, അവിഹിതമായ വഴിയിലൂടെയാണ് അഥവാ അനുവദനീയമല്ലാത്ത രീതി ഉപയോഗിച്ചാണ് അയാൾ നിർവഹിക്കുന്നെങ്കിൽ പാപമല്ലേ, തെറ്റല്ലേ, കുറ്റമല്ലേ ചോദിച്ചു. സഹാബികൾ അതേന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, എങ്കിൽ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യം പുലർത്തുന്നു, നിങ്ങൾ പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. എവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. നിങ്ങളിൽ പലരും കച്ചവടക്കാരാണ്. നിങ്ങളുടെ ഉപജീവന മാർഗമായി നിങ്ങളിൽ പലരും തെരഞ്ഞെടുത്തത് വ്യാപാരമാണ്, കച്ചവടം. ആ കച്ചവടം ഒരേ സമയം നമ്മുടെ വിജയത്തിന് വഴിയൊരുക്കും, നമ്മുടെ പരാജയത്തിന് വഴിയൊരുക്കും. കച്ചവടക്കാരെ സംബന്ധിച്ച് നബി അറിയിച്ചു, സത്യസന്ധനായ വിശ്വസ്തനായ വ്യാപാരി അന്ത്യദിനത്തിൽ സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, അമ്പിയാക്കളുടെ, അല്ലാഹുവിന് ഇഷ്ടമുള്ള അടിമകളുടെ ആയിരിക്കും. അഥവാ കച്ചവടം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വഴിയിലൂടെ നിർവഹിച്ച, അല്ലാഹു അനുവദിച്ച മാർഗത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ വിധികൾക്കനുസരിച്ച് അനുവദനീയമായ മാർഗത്തിലുള്ള വരുമാന മാർഗം ആകണം എന്ന ഉദ്ദേശത്തോടുകൂടി അവൻ നിശ്ചയിച്ച വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ആ കച്ചവടം പുണ്യകർമ്മമാണ്, ഇബാദത്താണ്, പരലോകത്ത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം എത്തിച്ചേരാനുള്ള മഹത്തായ മാർഗമാണ്. ഇപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യാറുണ്ട്. പക്ഷെ വിശ്വാസി, അതാണ് അജബന്റെ അബ്ദീൽ മൂമിൻ, വിശ്വാസിയുടെ കാര്യം മഹാവിസ്മയമാണെന്ന് പറഞ്ഞതാണ്. അവനും കച്ചവടം ചെയ്യും. പക്ഷെ ആ കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച വഴിയിലൂടെയാവണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ആയാലോ ഒരേ സംഭവമാണ് ചെയ്യുന്ന കച്ചവടം. പക്ഷെ കച്ചവടത്തിൽ കൃത്രിമ കാണിച്ചാൽ, പൂഴ്ചപ്പ് കാണിച്ചാൽ, അതിൽ തട്ടിപ്പ് കാണിച്ചാൽ, വഞ്ചന കാണിച്ചാൽ, ചതി പ്രയോഗിച്ചാൽ അത് എല്ലാ ആരാധനാകർമ്മങ്ങളും പാഴ്വേലകളാക്കുന്ന പണിയാണ്. പിന്നെ നിങ്ങൾ നമസ്കാരം കൊണ്ടും പ്രയോജനമില്ല, നിങ്ങൾ നോമ്പ് കൊണ്ടും സകാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ടും പ്രയോജനമില്ല. കച്ചവടം എന്നൊരു പ്രവൃത്തി ചെയ്യുന്നു ഉപജീവനത്തിന്. ആ കച്ചവടം അല്ലാഹു അനുവദിച്ച മാർഗത്തിൽ, ഹലാലായ മാർഗത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, വിശ്വസ്തയോടെയാണ്, സത്യസന്ധയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് മഹത്തായ സൽക്കർമ്മമാണ്, ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. അതേ കച്ചവടം നിങ്ങൾ പൂജ്യക്കുന്നു, വെക്കപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മായം ചേർക്കുന്നു, അല്ലെങ്കിൽ കൃത്രിമ കാണിക്കുന്നു, അല്ലെങ്കിൽ അർത്ഥത്തിനും കുറവ് വരുത്തുന്നു, അതല്ല എങ്കിൽ അത് എന്തെങ്കിലും ചതി പ്രയോഗിക്കുന്നു, അഥവാ അനുവദനീയമല്ലാത്ത, ന്യായമല്ലാത്ത മാർഗത്തിലൂടെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ സൽക്കർമ്മങ്ങളെയും, എല്ലാ നിങ്ങളുടെ ആരാധനാകർമ്മങ്ങളെയും പാഴാക്കുമെന്ന. എവിടെയാണ് പ്രശ്നം? ആ ഒരു സൂക്ഷ്മതക്കാണ് ഇസ്ലാമിൽ തഖ്വാ എന്ന് പറയും. ഒരാൾ മുത്തഖി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ നീണ്ട താടി ഉണ്ടാവുക, അയാളുടെ ഹാവഭാവങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക മറ്റുള്ളവർക്കില്ലാത്ത ചില പ്രകടനങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ അയാൾ കൂടുതൽ ഒരുപാട് ദിക്റുകൾ ദുആ ചെയ്യുക, അയാളാണ് മുത്തഖി എന്നതല്ല. അതൊക്കെ തഖ്വ നേടാനുള്ള മാർഗമാണ്. അയാൾ നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ദിക്റുകളും ദുആകളും ഒക്കെ തഖ്വ നേടാനുള്ള മാർഗമാണ്. ആ തഖ്വ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രകടമാകേണ്ടത് അയാളുടെ കച്ചവടത്തിലാണ് ആ തഖ്വ പ്രകടമാകേണ്ടത്. അങ്ങനെ പ്രകടമായാൽ ആ കച്ചവടം അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ ചെറിയാനുള്ള മാർഗമാണ്. അഥവാ അതിൽ പാലിക്കുന്നില്ല, സൂക്ഷ്മത പുലർത്തുന്നില്ല, തഖ്വ പുലർത്തുന്നില്ല എങ്കിലോ ആ കച്ചവടം
അത് നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത് നേടിയെടുക്കാൻ ഉപകരിക്കേണ്ട നമസ്കാരം, നോമ്പ്, സകാത്ത് എന്നിവയുടെ പ്രതിഫലമൊക്കെ പാഴായിപ്പോകും. എന്തിനു വേണ്ടി പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ കുറിച്ച്? അയാൾ രണ്ട് കൈകളും ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിക്കുന്നു. അയാളുടെ ഹാവഭാവങ്ങൾ കണ്ടാൽ, അയാളുടെ മുഖലക്ഷണങ്ങൾ കണ്ടാൽ അയാൾ വലിയ ഭക്തന്റേതാണ്. പക്ഷേ എത്രായിരം തവണ അയാൾ പരസ്പരം വേണ്ടി പ്രാർത്ഥിച്ചത് എന്ത് കാര്യമാണ്? അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? തിന്നുന്ന നിഷിദ്ധമാണെങ്കിൽ, കുടിക്കുന്ന നിഷിദ്ധമാണെങ്കിൽ, ധരിക്കുന്ന നിഷിദ്ധമാണെങ്കിൽ, അയാൾ താമസിക്കുന്ന നിഷിദ്ധത്തിലാണെങ്കിൽ, അറുകൂട്ടപ്പെട്ട നിഷിദ്ധം കഴിച്ചാണെങ്കിൽ പിന്നെ അയാൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമാണ്? എത്ര ആരാധനകൾ ചെയ്തിട്ട് കാര്യമാണ്? നമുക്കറിയാവുന്ന ഹജ്ജ് ചെയ്യുന്നവരെ കുറിച്ച് വന്നു ചെറുപ്പത്ത് പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു, നിന്റെ ചെറുപ്പത്ത് സ്വീകാര്യമല്ല, കാരണം നിന്റെ ധനം അനുവദനീയമല്ലായിരുന്നു. അപ്പോൾ കച്ചവടക്കാരായ ആളുകൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഉണർത്തേണ്ട വർഷമാണ് തങ്ങളുടെ വ്യാപാര മേഖല. ശേഷം എല്ലാ മൂല്യങ്ങളെയും എല്ലാ നന്മയുടെ നിർദ്ദേശങ്ങളെയും നിരാകരിക്കുന്ന ഒരു വ്യാപാര സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മുടെ വ്യാപാര രംഗത്തെ അടക്കി ഭരിക്കുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ കച്ചവടക്കാരായ ആളുകൾ ഏറെ ശ്രദ്ധ, ജാഗ്രത അതിൽ പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത്. ഒരേ കാര്യം നിങ്ങൾക്ക് വിജയവും പരാജയവുമാണ്, അത് നിങ്ങൾ കച്ചവടം ചെയ്യുക എന്നൊരു പ്രശ്നം. അപ്പോൾ ഹലാലായ മാർഗത്തിലൂടെ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് മഹത്തായ പുണ്യകർമ്മമാണ്, സൽക്കർമ്മം. ഇത് കച്ചവടക്കാരെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ വിഷയം പറഞ്ഞപ്പോൾ അതൊന്നും നീയതയുള്ളൂ. ഏതൊരു കർമ്മവും അങ്ങനെയാണ്. അഥവാ നിങ്ങൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്നു, അത് നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ്. നിങ്ങളുടെ പീഡികയെ വെച്ച് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു, അള്ളാഹുവിന്റെ ശരീരത്തനുസരിച്ച് നിങ്ങൾ നിർവഹിച്ചാൽ അതും നിങ്ങൾക്ക് പുണ്യകർമ്മമാണ്. അത് നിങ്ങൾക്ക് പാൽവേദ, അത് നിങ്ങൾക്ക് സൽക്കർമ്മം. അതേസമയം നിങ്ങൾ അശ്രദ്ധമായി നമസ്കരിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് നിഷിദ്ധമാണോ, അവരിൽ നിന്ന് നിങ്ങൾ കച്ചവടത്തിൽ അശ്രദ്ധ പുലർത്തിയാൽ അഥവാ തക പുലർത്തുന്നില്ല എങ്കിൽ അതും നിങ്ങൾക്ക് അപകടകരമാണ്. നിങ്ങൾ സകല സൽക്കർമ്മങ്ങളെയും പാഴാക്കുന്നത്. ഇതിന് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ശമ്പളം വാങ്ങുന്ന പൊതു ഖജനാവിൽ ശമ്പളം വാങ്ങുന്ന ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥർ അവർ തങ്ങളിൽ അർപ്പിതമായ ബാധ്യത അള്ളാഹു എന്റെ കർമ്മങ്ങൾ കാണുകയും അറിയുകയും ചെയ്യും, എനിക്ക് അനുവദനീയമായ മാർഗത്തിലൂടെ ജീവിതോപാധിയാണ്. ആ ബോധത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ അത് അയാൾക്ക് സൽക്കർമ്മം, അത് അയാൾക്ക് സൽക്കർമ്മം. അത് കൂലിപ്പണിക്കാരനായിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥനായാലും മറ്റാർക്ക് ജോലി ചെയ്താലും ശരി, അഥവാ ആ ജോലി അയാൾ വഞ്ചന കാണിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് വരുന്ന ആള് സർക്കാരും അദ്ദേഹത്തെ അലസത കാരണം ഫയലിൽ ഉപയോഗിക്കുന്നില്ല, ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല എങ്കിൽ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ, തന്റെ മുമ്പിലേക്ക് വരുന്ന ആവശ്യക്കാരനോട് മര്യാദയോടെ പെരുമാറുന്നില്ല എങ്കിൽ, അയാളുടെ ആവശ്യം നിർവഹിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കാൻ നിർവഹിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അത് ഗുരുതരമായ തെറ്റായിരിക്കും. നിങ്ങൾ ആകെ ധരിക്കേണ്ടതില്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഈ നോമ്പും സകാത്തും ഹജ്ജും ഒക്കെ നിർബന്ധമാക്കപ്പെട്ടത് ഇസ്ലാമിന്റെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളുടെ നാളുകൾക്ക് ശേഷമാണ്. മദീനയിൽ വെച്ചാണ്. മക്കയിലെ ദീർഘമായ 13 കൊല്ലക്കാലം നബി തിരുമേനി സ്വതന്ത്രം കൊണ്ട് സമൂഹത്തെ വളർത്തിയെടുത്തത് ജീവിതത്തിലുടനീളം സൂക്ഷ്മത പുലർത്തുന്ന, ശ്രദ്ധ പുലർത്തുന്ന, ജാഗ്രത പുലർത്തുന്ന ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കാനാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് ചിലപ്പോൾ വില്ലേജ് ഓഫീസർമാരുണ്ടാകും, തഹസിൽദാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം, എവിടുത്തെ മറ്റ് സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം. അവരേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ആവശ്യവുമായി വരുന്ന ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ ആവശ്യം ന്യായമായിരിക്കെ അത് നിർവഹിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കെ, നിങ്ങളുടെ ജോലിപരമായി ബാധ്യസ്ഥരായിരിക്കെ അത് നിർവഹിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തിന്നുന്ന ആഹാരം ഹലാലാവുകയില്ല, അനുവദനീയമാവുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ നോമ്പും നമസ്കാരവും ഹജ്ജും പാൽവേലകളായി മാറുമെന്ന ബോധം ഇവിടുത്തെ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാകും.
നമ്മുടെ സമൂഹത്തിന് വഴിവെളിച്ചു പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത്തരം ജീവിത വശങ്ങളിൽ പുലർത്തേണ്ട ഇസ്ലാമികമായ മര്യാദ എന്നത് അവർ പലപ്പോഴും വിസ്മരിക്കുകയാണ് ചെയ്തത്. ഈ രാജ്യത്തെ ഓരോ മുസ്ലിം സർക്കാർ ഉദ്യോഗസ്ഥരും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അതിന്റെ നിർദ്ദേശം പാലിച്ചാൽ ഇവിടുത്തെ മുഴുവൻ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും ഈ നാട്ടിന് ഒരു അനുഗ്രഹമായിരിക്കും, ഈ ജനതയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഫയലുകൾ രാവിലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ ഏറ്റവും വലിയ പ്രശ്നം ഫയലുകൾ നീങ്ങുകയില്ല. മിക്കപ്പോഴും അതെങ്ങനെ കെട്ടിക്കിടക്കും. ചെയ്യേണ്ട ജോലി പലതും ചെയ്യുകയില്ല, യഥാസമയം ഓഫീസിൽ എത്തുകയില്ല. 10 മണിക്ക് എത്തേണ്ട ഒരാൾ 10 മണിക്ക് എത്താതെയാണ് ശമ്പളം വാങ്ങുന്നതെങ്കിൽ ആ ശമ്പളം ഹലാലല്ല, അത് അനുവദനീയമല്ല. 10 മണി മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ ജോലി ചെയ്യേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ പൊതുഗതാഗത ശമ്പളം വാങ്ങി ആ ജോലി ചെയ്യാതെ കൃത്യസമയത്ത് ഉത്തരവാദിത്വം നിർവഹിക്കാതെ അലസത കാണിച്ചാൽ യഥാസമയത്ത് ഓഫീസിലെത്താതിരുന്നാൽ അയാൾ തിന്നുന്ന ആഹാരം അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അനുവദനീയമല്ല, ഹലാലല്ല എന്നീ എന്റെ പ്രിയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അനിവാര്യമായി നിർവഹിക്കേണ്ട നിങ്ങളുടെ ഓഫീസുകളുടെ ജോലികൾ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ജോലി നിർവഹിക്കുന്നതിന് പകരം നിങ്ങൾ 1000 തവണ വന്ന് സുന്നസ്കരിച്ചാലും നിങ്ങളുടെ പാപം പൊറുക്കപ്പെടുകയില്ല, നിങ്ങളുടെ ആ കർമ്മങ്ങൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല, നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുമില്ല. നിങ്ങൾ അതുകൊണ്ട് എനിക്ക് എന്റെ വാക്കുകൾ കേൾക്കുന്ന മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുള്ളത്, നിങ്ങളുടെ ആഹാരം അനുവദനീയമാകണമോ വേണ്ടയോ, നിങ്ങളുടെ കുട്ടികൾ ഹറാം ഭക്ഷിക്കണമോ ഹലാല് തിന്നണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഏർപ്പരമായ ബാധ്യത നിങ്ങൾ യഥാവിധി നിർവഹിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരോട് മാന്യമായി പെരുമാറുന്നില്ല എങ്കിൽ, അവരോട് പുലർത്തേണ്ട ഇസ്ലാമികമായ മര്യാദ നിങ്ങൾ പുലർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ പാപികളായി മാറുമെന്നും ആ പാപം നിങ്ങളുടെ സകലമായ സൽക്കർമ്മങ്ങളെയും പാഴാക്കുമെന്നുമുള്ള ബോധം നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ഈ ബോധം മുസ്ലിം ഉദ്യോഗസ്ഥന്മാരായ ആളുകൾക്കുണ്ടാൽ അവരുടെ ഹൈറുള്ള താനീയെന്ന് ആരാണ് അവരെ കുറിച്ച് പറയാതിരിക്കുക. ഏതാണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഫയലുകളുടെ കെട്ടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ സർക്കാർ ഓഫീസുകളിൽ, മഞ്ചേരിയിലെയും മലപ്പുറത്തെയും ഒക്കെ സർക്കാർ ഓഫീസുകളിൽ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെങ്കിലും അവിടെ കൃത്യം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏതാണ്ട് നിർവഹിക്കുന്നുവെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് ഇമേജ് എത്ര വലുതായി. അഥവാ അത് നിങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ 2 തെറ്റാണ് ഒരേ സമയം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ പ്രതിച്ഛായ നിങ്ങളിലൂടെ ചിന്തയായി മാറുന്നു, രണ്ടാമത് നിങ്ങളുടെ ഭക്ഷണം ഹറാമായി മാറുന്നു എന്നതാണ്. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങളുടെ ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിക്കുക, ഒരിക്കലും ഉത്തരവാദിത്തങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. നിങ്ങളുടെ അസോസിയേഷനുകളുടെ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അസോസിയേഷനുകളുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിങ്ങൾ ഈ സമയം വിനിയോഗിച്ചാൽ, നിങ്ങൾ ഈ സമയം നിങ്ങളുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വിനിയോഗിച്ചാൽ, നിങ്ങളുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ ചോദ്യം ചെയ്യുവാൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുണ്ടാവും. ഈ രാജ്യത്തിലെ പൊതുഗതാഗത നീതി അടക്കുന്ന മുഴുവൻ ആളുകളോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഈ രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഓർക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നു, അത് തന്നെ ഇവർ യഥാവിധി നിർവഹിച്ചാലോ. കൂലിപ്പണിക്കാരെ കുറിച്ച് ഒരു നെഗറ്റീവേന് പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരു കൂലിപ്പണിക്ക് വിശ്വാസിയായ മനുഷ്യൻ ക്ഷീണിതരായി മാറിയാൽ സ്വന്തം കായികാധ്വാനത്തോടെ ക്ഷീണിതായി മാറിയാൽ പാപം വജ്രായി തീരുമെന്ന് പറഞ്ഞു. അധ്വാനം ഒരു മഹാകൃത്യമാണ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ആയിരിക്കുന്നതിനേക്കാൾ ഉത്തമമായ ആഹാരം കഴിക്കുന്ന ഒരാളും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉണർത്തട്ടെ, നിങ്ങളുടെ നീയത്ത് നന്നാവട്ടെ, കർമ്മവും നന്നാവട്ടെ. അതാണ് ഈമാനും അമൽ സ്വാലിഹം എന്ന് പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അമൽ സ്വാലിഹം എന്ന് പറഞ്ഞത് അയാളുടെ അർപ്പിതമായ ബാധ്യത. അത് വില്ലേജ് ഓഫീസറായാലും ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസറായാലും ശരി, അതിലെ ജീവനക്കാരനായാലും എഞ്ചിനീയർ ആയാലും ശരി, എന്തിനേറെ അതില് ലൈൻമാൻ ഉൾപ്പെടെ ആരെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നുണ്ടോ അവന് അർപ്പിതമായ ലൈൻമാന് ചുമതല എന്താണോ, അർപ്പിതമായ ചുമതല എന്താണോ, അത് കസ്റ്റമറിൽ നിന്ന് പണം കിട്ടുമോ ഇല്ലേ നോക്കിയല്ല അയാളുടെ പണം വാങ്ങാൻ വേണ്ടിയല്ല, അയാളുടെ ഉത്തരവാദിത്തം അയാളുടെ ഭക്ഷണം ഹറാമാണ്, നിഷിദ്ധമാണ് ഓർക്കുക. ഇത് അധ്യാപകത്വം ബാധകമാണ്. അധ്യാപകർക്ക് അർപ്പിതമായ ചുമതല അധ്യാപകർ നിർവഹിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പ്രശ്നമല്ല.
ഓരോരുത്തരുടെ അർപ്പിതമായ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അവർ ആഹാരം ഹലാലാവുകയില്ല. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ നാം ദിനേന 17 തവണ ഇയ്യാക നഅ്ബുദു അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കരാറാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ജുമ നമസ്കരിക്കുമ്പോൾ, അതിനുശേഷം സുന്നത്ത് നമസ്കരിക്കുമ്പോൾ, അസർ നമസ്കരിക്കുമ്പോഴൊക്കെ നിങ്ങൾ അല്ലാഹുവോട് കരാർ ചെയ്യുന്ന അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് മാത്രമാണ് വഴിപ്പെട്ട് ജീവിക്കുന്നത്, ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നത് എന്ന്. ഖുർആൻ തിരിച്ച് നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. ഖുർആൻ ഈ ചോദ്യമുള്ളത് 3 സ്ഥലങ്ങളിലാണ്. അങ്ങനെ ചുരുങ്ങിയ ഒരു ദിവസം 17 തവണ അല്ലാഹുവോട് അല്ലാഹുവേ നിനക്ക് മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് നാം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് നമ്മോട് പറയുന്നു, ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ഖുർആനിൽ 3 സ്ഥലങ്ങളിലേ ഉള്ളൂ. അതൊന്ന് മാത്രമാണ്. ആരാധനയെക്കുറിച്ചുള്ള രണ്ടെണ്ണവും ആഹാരത്തെക്കുറിച്ചാണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കാതിരിക്കുക, മറക്കാതിരിക്കുക. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സാഷ്ടാംഗം ചെയ്യരുത്, സുജൂദ് ചെയ്യരുത്. അവരെ സൃഷ്ടിച്ച അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. നിങ്ങൾ അവൻ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഇയ്യാക നഅ്ബുദു എന്ന് നിങ്ങൾ പറയുന്നത് അർത്ഥപൂർണ്ണമാണ് എങ്കിൽ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല. അവയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ എന്ന് നമ്മോട് പറയും. ഇത് ആരാധനയെ കുറിച്ചാണ്. പിന്നെ വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയെന്ന് ഉത്തമമായ ആഹാരം കഴിക്കുക, അല്ലാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. അവർ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ദിനേന അനേക തവണ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന അർത്ഥപൂർണ്ണമാണെങ്കിൽ, അത് ശരിയാവണമെങ്കിൽ നിങ്ങൾ ഉത്തമമായ ആഹാരം മാത്രം കഴിക്കുകയും അല്ലാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി പറഞ്ഞ ആഹാരത്തെ കുറിച്ചാണ്. മൂന്നാമതോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിന് ഹലാലായ ത്വയ്യിബായ അനുവദനീയമായ ഉത്തമമായ ആഹാരം മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. നിങ്ങൾ അവരെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. അതുകൊണ്ട് എന്റെ അധ്യാപക സുഹൃത്തുക്കൾ, എന്റെ കച്ചവടം, എന്റെ വ്യാപാരികളായ സുഹൃത്തുക്കൾ, വ്യാപാരികളായ എന്റെ സഹോദരന്മാർ, ഈ രാജ്യത്തെ വ്യത്യസ്ത സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന എന്റെ സഹോദരന്മാർ, അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ നിമിഷം ഓർക്കുക. നിങ്ങളുടെ ആഹാരം അനുവദനീയമാകണമെങ്കിൽ നിങ്ങൾ അർപ്പണമായ ബാധ്യത നിർവഹിക്കുക. ആ ബാധ്യത നിർവഹിച്ച് നിങ്ങളുടെ ആഹാരം അനുവദനീയമല്ല എങ്കിൽ അല്ലാഹുവിനാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുവഹ്ഹിദുകളാണ്, തൗഹീദ് അംഗീകരിച്ചവരാണ് എന്ന് നിങ്ങളുടെ പ്രസ്താവന ശരിയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഹലാലായ ത്വയ്യിബായ ആഹാരം മാത്രം കഴിക്കേണ്ടതുണ്ട്. ഹലാലായ ത്വയ്യിബായ ആഹാരം കഴിക്കാത്തവൻ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമായ ഭാഷയിൽ അസന്നിഗ്ധമായി നമ്മോട് പറയുന്നത്. എനിക്ക് നിങ്ങൾ ഓർത്തു നോക്കും, മുഴുവൻ പ്രവാചകന്മാരെയും വിളിക്കുന്ന യാ അയ്യുഹൽ റസൂൽ എന്ന് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. യാ അയ്യുഹൽ റസൂൽ എന്ന് വിശുദ്ധ ഖുർആൻ മുഴുവൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 116 അധ്യായങ്ങളിൽ 6236 ആയത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ യാ അയ്യുഹൽ റസൂൽ എന്നുള്ളൂ. മുഴുവൻ പ്രവാചകന്മാരെയും സംബോധന ചെയ്ത ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. ആ സംബോധന ചെയ്ത് പറഞ്ഞെന്താണെന്ന് അറിയാമോ? യാ അയ്യുഹൽ റസൂൽ കുലൂ മിനൽ ത്വയ്യിബാതി വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അവിടെയും വളരെ ഉത്തമമായ ആഹാരം മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തെ അല്പം കൂടി ബോധപൂർവമായി ചിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അഥവാ തഖ്വ പുലർത്തുക. തഖ്വയുടെ ആരാധനകളിലൂടെ ആരാധനകളിലല്ല തഖ്വ, ആരാധനകൾ തഖ്വ നേടാനുള്ള മാർഗമാണ്. ആ തഖ്വ കാണുന്നത് നിങ്ങളുടെ കച്ചവടത്തിലാണ്, നിങ്ങളുടെ കൃഷിയിലാണ്, നിങ്ങളുടെ ഉദ്യോഗത്തിലാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ്, നിങ്ങളുടെ പെരുമാറ്റത്തിലാണ്, നിങ്ങളുടെ സ്വഭാവത്തിലാണ് അത് കാണേണ്ടത്. ആ തഖ്വ പുലർത്തണമെന്നാണല്ലോ എല്ലാ വെള്ളിയാഴ്ചയും നാം ആവശ്യപ്പെടുന്നത്. ആ തഖ്വ നിങ്ങളുടെ കച്ചവടത്തിലുണ്ടാവട്ടെ, നിങ്ങളുടെ സമീപനങ്ങളിൽ ഉണ്ടാവട്ടെ, സ്വഭാവങ്ങളിൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ കൃത്യ നിർവഹണങ്ങളിൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജോലികളുടെ പൂർത്തീകരണത്തിലുണ്ടാവട്ടെ. ഹലാലല്ലാത്ത ആഹാരം അധ്യാപകർ കഴിക്കാനിടവരാതിരിക്കട്ടെ, കച്ചവടക്കാർ കഴിക്കാനിടവരാതിരിക്കട്ടെ. ഈ രാജ്യത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു തൊഴിലാളിയും അനുവദനീയമല്ലാത്ത ആഹാരം കഴിക്കാൻ ഇടവരാതിരിക്കട്ടെ. ഈ ഒരു ജാഗ്രത, ഈ ഒരു ശ്രദ്ധ പുലർത്തുക. അത് നിങ്ങൾ പുലർത്തിയാൽ നിങ്ങളുടെ ആഹാരം അനുവദനീയമാകും.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം. ഇന്ത്യയിലെ ഏറെ ശ്രദ്ധേയമായ ഒരു കഥയുണ്ട്. കഥ ഒരു പക്ഷേ ഇന്ത്യൻ പുരാണത്തിലെ കഥയാണ്. അത് വേടനായ അഥവാ കൊള്ളക്കാരനായ ഒരു കാട്ടിലെ വേടനുണ്ടായിരുന്നു. ആ കാട്ടിലെ കൊള്ളക്കാരനായ ആളെ സന്ദർശിമാരെ ഇങ്ങനെ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചു, അവർ പറഞ്ഞു, ഞങ്ങളുടെ വശമുള്ളെല്ലാം താങ്കൾക്ക് ഞങ്ങൾ തരാം, പക്ഷെ വീട്ടിൽ എന്തിനാണ് താങ്കൾ കൊള്ളയടിക്കുന്നതെന്ന് ഞങ്ങളോട് പറയുകയുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നിനുമല്ല, എനിക്ക് എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവ് കൊടുക്കാനാണ്. അപ്പോൾ ചോദിച്ചു, അവർ താങ്കൾ ചെയ്യുന്ന പാപത്തിൽ അവർ പങ്കാളികളാകുമോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കറിയില്ല എന്ന്. അപ്പോൾ പറഞ്ഞെങ്കിൽ താങ്കൾ വീട്ടിൽ പോയി അത് ചോദിച്ചു വരും, അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന്. അങ്ങനെ അത് അവർ ഉറപ്പ് നൽകി. സത്യനുസരിച്ച് അവർ അവിടെ നിന്നു. വീട്ടിൽ പോയി ഭാര്യയോടും കുട്ടിയോടും ചോദിച്ചു, ഞാൻ കൊള്ളയടിച്ചാണല്ലോ ഇവിടെ വസ്തുക്കൾ കൊണ്ടുവരുന്നത്, അതാണോ നിങ്ങൾ തിന്നുന്നത്, എന്റെ ആ പാപത്തിൽ നിങ്ങൾ പങ്കാളികളാകുമോ എന്ന് ചോദിച്ചു. അതിന് ഭാര്യയും കുട്ടികളും പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ചെലവ് തരിക എന്ന് താങ്കളുടെ ബാധ്യതയാണ്. താങ്കൾ ചെയ്യുന്ന പാപത്തിന്, നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് ഞങ്ങൾ ഒരിക്കലും ഉത്തരവാദികളാവുകയില്ല എന്ന്. അതാണ് അയാളെ വലിയ മഹർഷിയാക്കി മാറ്റുന്നതാണ് ഇന്ത്യയിലെ ഇതിഹാസം പറയുന്നത്. ഒരു വിശദാംശത്തിലേക്ക് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യമാർക്കും ചെലവ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേസമയം ആ ചെലവ് കൊടുക്കുന്ന അനുവദനീയമായ മാർഗത്തിലൂടെ അല്ല എങ്കിൽ, അത് ഹലാലായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ പാപം അവരല്ല വഹിക്കുക, നാമാണ് വഹിക്കേണ്ടി വരിക എന്ന കാര്യം നല്ല ഓർമ്മയുണ്ടാവട്ടെ, നല്ല ബോധമുണ്ടാവട്ടെ. അത് ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിൽ ഈ നന്മ എന്ന് പ്രകടമാകുമോ അന്ന് ഇസ്ലാമിക സമൂഹം ഹൈറുമുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. അല്ലാതെ ഈ സമുദായത്തെ ഹൈറുമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സമുദായത്തിലെ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എല്ലാവരും നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ ഒരേ മാർഗം സ്വീകരിച്ചതുകൊണ്ട് അല്ലാത്ത മുസ്ലിം സമുദായം അതിന്റെ സകലമായ സമയം ചെലവഴിക്കുന്നത് അതിന്റെ വാദപ്രതിവാദങ്ങളും അതിന്റെ തർക്കങ്ങളും അതിന്റെ സ്റ്റേജുകളും അതിന്റെ പേജുകളും ഒക്കെ ആകെ ഇപ്പൊ ചെലവഴിക്കുന്നത് അവിടെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളുടെ തർക്കങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവരും സുബഹിക്ക് ഗുരു തോന്നിയതുകൊണ്ട് നമ്മളെ കുറിച്ച് ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും മുസ്ലിംകൾ ഹൈറുമത്താണ്. കാരണം എല്ലാവരും സുബഹിക്ക് ഗുരു തോന്നുന്നത് പറയോ? ഗുരു തോന്നില്ല, എല്ലാവരും ഗുരു തോന്നാതിരുന്നോട് ഗുരു തോന്നാത്ത സമുദായമാണ് ഹൈറുമത്താണ്, ഉത്തമ സമുദായമാണെന്ന് പറയോ? എല്ലാവരും നെഞ്ചത്തല്ലി എവിടെ കയ്യെത്താലും ഒരു വിരോധമില്ല. അതൊന്നും വേണ്ട. ക്രൈസ്തവ സിഖ് ബൗദ്ധ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJP സമൂഹങ്ങൾക്ക് പ്രശ്നമേ അല്ല. നിങ്ങൾ എവിടെ കയ്യെത്താലും ഒരു പ്രശ്നമല്ല. നിങ്ങൾ തറാവീഹിന് 100 റക്അത്ത് നിസ്കരിച്ചാലും 11 നിസ്കരിച്ചാലും 26 നിസ്കരിച്ചാലും 43 നിസ്കരിച്ചാലും അതൊരു പ്രശ്നമല്ല. അവരുമായി ബന്ധപ്പെടുന്ന ജീവിത വ്യവഹാരങ്ങളിൽ നിങ്ങൾ നിലപാട് എന്ത് എന്നതാണ് പ്രശ്നം. അതാണ് സമുദായത്തിന്റെ നന്മകളുടെ വിവേചനം. അതാണ് ഒരു സമൂഹത്തിന്റെ ഹരിതി ഉമ്മത്താണോ അല്ലേ എന്നതിനെ മാനദണ്ഡം. അതാണ് പ്രിയമുള്ളവരെ എന്ന് മാത്രമല്ല, ഇതൊക്കെ സുന്നത്താണ്. സുന്നത്തായ കാര്യങ്ങളിൽ എന്ത് അബദ്ധം സംഭവിച്ചാൽ സ്വർഗം നഷ്ടപ്പെടുകയില്ല, നരകം വേണ്ടി വരികയില്ല. അതേസമയം നിങ്ങളുടെ കച്ചവടത്തിൽ വീഴ്ച വന്നാൽ, നിഷിദ്ധം വന്നാൽ, നിങ്ങളുടെ സർക്കാർ ജോലികൾ ഉദ്യോഗങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നാൽ, അധ്യാപനത്തിൽ വീഴ്ച വരുത്തിയാൽ, നിങ്ങൾ കച്ചവടത്തിൽ നിഷിദ്ധമായ മാർഗം സ്വീകരിച്ചാൽ സ്വർഗം നഷ്ടപ്പെടുകയും നരകത്തിന് അവകാശികളായി മാറുകയും ചെയ്യുമെന്ന ബോധത്തെ യഥാവിധി ഉൾക്കൊള്ളുക. സമുദായ നേതൃത്വത്തിന് അർത്ഥം കെട്ട വാദവിവാദങ്ങൾക്ക് കാതോർക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ തെക്കോയിലധിഷ്ഠമാക്കാനുള്ള ഒരു ശ്രമം, ഒരു ജാഗ്രതയും എന്റെ പ്രിയമുള്ള സഹോദരിമാരെ നമ്മിലുണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ.